ലെറ്റ്സ് ടോക്ക്. +1 വിദ്യാർത്ഥിയുടെ വാർത്തയൊരു സൂചനയാണ്. രാസലഹരിയേക്കാൾ അപകടമാണ് ഫോണിനോടുള്ള വെല്ലുവിളി. കൊച്ചുകുട്ടികളടക്കം സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരില്ല. രക്ഷിതാക്കൾ റീൽസ് ഉണ്ടാക്കി വിടുന്നതിനോടൊപ്പം സൂക്ഷിക്കുക, കുട്ടികളെ നിയന്ത്രിക്കുക. പറഞ്ഞത് കറക്റ്റാണ്. ലെറ്റ്സ് ടോക്ക്. ഞാനതിനൊരു 100% യോജിക്കുന്നു. നിങ്ങൾ കുട്ടികളെ എത്രത്തോളം സ്മാർട്ട് ഫോണുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ടോ അത്രത്തോളം കുട്ടികളിൽ സർഗാത്മകമായ കായികമായ ശേഷി ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ അവൻ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു തരത്തിലുള്ള വാസനയും പ്രകടമാവാത്തൊരുവനായി തീരും. റീൽസ് എടുക്കാനുള്ള വലിയ എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ വന്ന് പറയാറുണ്ട്, ചേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ എന്നിങ്ങനെ പറയാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ എന്താ പറയുന്നത്, നാടകം കാണാനും പാട്ട് പാടാനും ഓടുന്നത് കാണാനും കളിക്കാനും ഒക്കെ വരണമെന്നല്ലേ. ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത്, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണേ എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ, നമ്മുടെ കൊച്ചൊരു ഗ്രാമമാണ് ഏഴംകുളം, അപ്പോൾ ഞങ്ങളവിടെ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇന്ന് വൈകുന്നേരം ക്രിക്കറ്റ് കളിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന കുട്ടി ഇപ്പോൾ പറയുന്നത് അറിയോ, റീൽസിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫോളോ ചെയ്യണേ കേട്ടോ എന്ന് പറയും. ആ കാലത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. സ്വീഡൻ അടക്കമുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പുസ്തകത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എല്ലാ പദ്ധതിയും ഡിജിറ്റലാക്കി മാറ്റിയ ഒരു രാജ്യമാണ് 15 വർഷം മുമ്പ്. ആ പുസ്തകം അനലോഗായിട്ട് മാറ്റാൻ തീരുമാനിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ഡിജിറ്റൽ ആവുന്നതിനേക്കാൾ നല്ലത് അനലോഗ് ആവുന്നതാണ്. അത് പ്രേക്ഷകരിലേക്ക് ഒരു അനലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക, ഡിജിറ്റൽ അല്ലാത്തൊരു ലോകത്ത് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാങ്കേതികവിദ്യ മനുഷ്യനെ ഇല്ലാതാക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ.